എല്ലാ കൂട്ടുകാർക്കും കേട്ടറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടറ്റ് MCQ സീരീസിൻ്റെ പാർട്ട് 3 വീഡിയോ ആണിത്. ഇതിൽ തിരഞ്ഞെടുത്തിട്ടുള്ള 10ഓളം ക്വസ്റ്റ്യൻസാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പ്രീവിയസ്ലി കണ്ടീഷൻഡ് റെസ്പോൺസസ് ഡിക്രീസ് ഇൻ ഫ്രീക്വൻസി ആൻഡ് ഇവഞ്ച്വലി ഡിസപ്പിയേഴ്സ്. ഇറ്റ് ഈസ് നൗൺ ആസ്. മുമ്പ് കണ്ടീഷൻ ചെയ്തിട്ടുള്ള പ്രതികരണത്തിൻ്റെ ആവൃത്തി കുറയുകയും പിന്നീട് അത് അപ്രത്യക്ഷമാവുകയും ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേര് എക്സ്റ്റൻഷൻ എന്നാണ്. അപ്പം നമുക്ക് എക്സ്റ്റൻഷൻ എന്താണെന്ന് നോക്കാം. ഇൻ സൈക്കോളജി, എക്സ്റ്റൻഷൻ ഈസ് ദ ഗ്രാജുവൽ വീക്കനിങ് ആൻഡ് ഡിസപ്പിയറൻസ് ഓഫ് എ ലേൺഡ് ബിഹേവിയർ. ഒരു ലേൺഡ് ബിഹേവിയർ പതുക്കെ അത് വീക്കാവുകയോ അല്ലെങ്കിൽ അത് ഡിസപ്പിയർ ആവുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എക്സ്റ്റൻഷൻ എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് അഡോളസൻസ്. അപ്പോൾ ഒരു അഡോളസൻസ് സ്റ്റേജിലുള്ള ഒരു കുട്ടി, സ്റ്റുഡൻസ് മേ ടേക്ക് ഗ്രേറ്റർ ഇൻഡിപെൻഡൻസ്. അവർക്ക് എന്താണ് ഗ്രേറ്റർ ഇൻഡിപെൻഡൻസിനാണ് അവർ നോക്കുക. വലിയ അധികാരങ്ങൾ കിട്ടണം, അതുപോലെ സ്വതന്ത്രനാവണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അപ്രോച്ചാണ് അഡോളസൻസ് പീരീഡിലൊരു കുട്ടിക്ക് ഉണ്ടാവുക. അപ്പോൾ ഒരു ടീച്ചർ എന്ന നിലക്ക് നമുക്ക് എന്ത് ഹെൽപ്പാണ് കുട്ടിയുടെ ബിഹേവിയറിനെ മാനേജ് ചെയ്യാൻ ക്ലാസ് റൂമിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുക? ഇതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്ഷൻ ഏതാണ്? അവരുടെ ബിഹേവിയറിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ പിയർ ഇൻട്രാക്ഷൻസൊക്കെ കൂടുതലുള്ള കാലഘട്ടമാണ് അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഡി ഓപ്ഷൻ നോക്കിയേ, സ്റ്റുഡൻറ്റ് ഓട്ടോണമിനെ ഡിസ്കറേജ് ചെയ്യുക. സ്റ്റുഡൻറ്റ് ഓട്ടോണമി എന്നുള്ളത് അഡോളസൻസ് പീരീഡിലെ ഒരു ഫീച്ചർ അല്ലേ, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? സ്റ്റുഡൻറ്റ് ഓട്ടോണമി ഉണ്ടാവുമല്ലോ അഡോളസൻസ് പീരീഡിൽ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഒന്നുകൂടി പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. എൻകറേജിങ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെഗോഷിയേഷൻ. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എൻകറേജ് ചെയ്യുക, അവരുമായിട്ട് തുറന്ന് സംസാരിക്കുക. സെലക്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് മോട്ടിവേഷൻ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ ബാക്കി എല്ലാ ഓപ്ഷൻസും എന്താണ്, ആ മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. മോട്ടിവേഷൻ്റെ പ്രൈമറി കോമ്പോണൻ്റാണ് ക്രിയേറ്റിവിറ്റി എന്നുള്ളത്. മോട്ടിവേഷൻ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യും. മോട്ടിവേഷൻ ക്യാൻ ബി ക്രിയേറ്റഡ് ഓൺലി ത്രൂ എക്സ്റ്റേണലി. പിന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് മോട്ടിവേഷനെ കൂട്ടാൻ സഹായിക്കും. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. അപ്പോൾ ആൻസർ ബി, സി, ഡി, ഇ ആർ കറക്റ്റ്. പ്രൊവൈഡിങ് അഡീഷണൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗിഫ്റ്റഡ് ചിൽഡ്രൻ അതർ ദാൻ റെഗുലർ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ഈസ് നോൺ ആസ്. ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അഡീഷണൽ ആയിട്ടുള്ള വിദ്യാഭ്യാസ അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത്. റെഗുലർ ക്ലാസ് റൂം ആക്ടിവിറ്റിക്ക് പുറമെ അവർക്ക് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് അഡീഷണലായിട്ട് കൊടുക്കുക എന്നുള്ളത് അതിനറിയപ്പെടുന്നത് എന്താണ്? എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ എൻറിച്ച്മെൻറ്റ് എന്നാണ്. അക്കോർഡിംഗ് ടു ഗെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ്, ദ കോൺസെപ്റ്റ് ഓഫ് ക്ലോഷർ മീൻസ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ടു ഫിൽ ഇൻ മിസ്സിംഗ് പാർട്സ് ടു പെർസീവ് കംപ്ലീറ്റ് ഫോംസ്. ലോ ഓഫ് ക്ലോഷറിൻ്റെ ഒരു പിക്ചർ കാണിച്ചു തരാം. അതിൽ ക്ലോസ് ചെയ്യാത്ത ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളൊരു പിക്ചറാണല്ലേ. അപ്പോൾ അതിലെന്താണ്, നമുക്ക് ഗ്യാപ്പ് ഫില്ലാവാത്ത ആ ഒരു ഫിഗറിനെ അത് നമ്മൾ ഗ്യാപ്പ് ഫില്ലായ പോലെ അങ്ങ് ധരിക്കുകയാണ്. അതങ്ങനെ വിചാരിക്കാനുള്ളൊരു ഹ്യൂമൻ ബ്രെയിനിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ട്. ആ ഒരു വിഷ്വൽ പെർസെപ്ഷന് പറയുന്ന പേരാണല്ലേ ലോ ഓഫ് ക്ലോഷർ എന്നുള്ളത്. അടുത്തത്, സെലക്ട് ദ കോമ്പിനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഫേവറബിളി അഫക്റ്റ് പോസിറ്റീവ് ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ്. ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നതായിട്ടുള്ളൊരു കാര്യം എന്താണ്? അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. പോസിറ്റീവ് ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പിനെ ഫേവറബിളായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യം എന്നാണ് ചോദിച്ചത്. ആൻസർ ബി ആൻഡ് ഡി ഓൺലി. According to Sigmund Freud, unresolved conflict during the developmental stages may lead to. നമ്മളുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജുകളിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകൾ എന്തിലേക്ക് നയിക്കും? അത് നമ്മളിൽ ഫിക്സേഷൻ ഉണ്ടാക്കാൻ കാരണമാക്കും. ശരിയല്ലേ? ന്യൂ ഇൻഫോർമേഷൻ ഇൻ്റർഫിയർ വിത്ത് ദ റീകാൾ ഓഫ് പ്രീവിയസ്ലി ലേൺഡ് ഇൻഫോർമേഷൻ ഈസ് കാൾഡ്. പുതുതായി പഠിച്ച കാര്യങ്ങൾ ആദ്യം പഠിച്ച കാര്യത്തിൻ്റെ അതിൻ്റെ റീകാളിനെ ഇൻ്റർഫിയർ ചെയ്യുന്നു. അത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് രണ്ട് ഓപ്ഷൻസിലാണ് കൺഫ്യൂഷൻ വരിക. ഒന്ന് റെട്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസും അതുപോലെ പ്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസും.
അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. റെട്രോ എന്ന് പറഞ്ഞാൽ പഴയത് മറക്കുക, പ്രോ എന്ന് പറഞ്ഞാൽ പുതിയത് മറക്കുക. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. പ്രോ എന്ന് പറഞ്ഞാൽ പുതിയത് മറക്കുക. അപ്പോൾ ഇവിടെ ഏതാണ് നമ്മൾ മറന്നത്? പഴയതാണ് മറന്നത് അല്ലേ? പ്രീവിയസ്ലി ലേൺഡാണ് മറന്നത്. അപ്പോൾ റെട്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ് ആൻസർ വരിക. ദ പ്രൈമറി പർപ്പസ് ഓഫ് ഡിഫെൻസ് മെക്കാനിസം ഈസ് ആൻസർ ടു റെഡ്യൂസ് ആങ്സൈറ്റി ആൻഡ് സേവ് ദ ഫേസ്. According to David Ausubel's theory, the process of connecting new information to existing cognitive structure is known as. പുതിയൊരു ഇൻഫോർമേഷനെ പഴയൊരു കോഗ്നിറ്റീവ് സ്ട്രക്ചറിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? സബ്സംഷൻ എന്നാണ് പറയുക. സബ്സംഷൻ ആണ് ആൻസർ വരിക. അടുത്തത് ഹൈറ്റൻഡ് സെൻസിറ്റിവിറ്റി ടു സോഷ്യൽ ഇവാലുവേഷൻ ഓഫ് അഡോളസൻസ് ഈസ് നൗൺ ആസ്. നമ്മൾ ആൻസർ വരുന്നത് ഇമാജിനറി ഓഡിയൻസ് ആണ്. അപ്പോൾ ഈ 4 ടേമുകളും കേട്ടിട്ട് എക്സാമിന് ഓപ്ഷൻസിൽ കാണാറുള്ളതാണ്. അപ്പോൾ ഈ 4 ടേമുകളും അങ്ങോട്ട് നോക്കി വെക്കുക. അപ്പോൾ അഡോളസൻസിന് ആരെങ്കിലും തന്നെ വീക്ഷിക്കുന്നുണ്ട്, എത്രയോ ആളുകൾ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു കോംപ്ലക്സിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ സാമൂഹിക വിലയിരുത്തലുകളോടൊരു ഹൈറ്റൻഡ് സെൻസിറ്റിവിറ്റി അഡോളസൻസിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതാണ് ഇമാജിനറി ഓഡിയൻസ്. അപ്പോൾ നമ്മൾ ഇമാജിനറി ഓഡിയൻസ് എന്താണെന്ന് പറഞ്ഞു. ഒരുപാട് പേര് നമ്മളെ വീക്ഷിക്കുന്നുണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ട് അഡോളസൻസിൽ. അവരിൽ അതൊരു സെൽഫ് കോൺഷ്യസ്നെസ് കൂട്ടും. അതുപോലെ അവർ സ്വന്തം ഫിസിക്കൽ അപ്പിയറൻസിനൊക്കെ കുറിച്ചിട്ട് അവർ ഭയങ്കര കൺസേൺ ആയിരിക്കും. അടുത്തത് പിയർ പ്രഷർ എന്താണെന്ന് നോക്കാം. പിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു പിയർ ഗ്രൂപ്പ് ഒരു അഡോളസൻസിൽ ഉണ്ടാക്കുന്ന പ്രഷർ, അല്ലെങ്കിൽ അവർ നന്നായിട്ട് അവരുടെ സ്വഭാവത്തെയൊക്കെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ വരുന്നത് പേഴ്സൺ പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ധാരണ. ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള ധാരണ, മറ്റു വ്യക്തികളെ കുറിച്ചിട്ടുള്ള ഓരോ ധാരണകൾ അഡോളസൻസ് തന്നെ സ്വന്തം ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഈ 4 ടേമുകളും ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മുടെ 10 ക്വസ്റ്റ്യൻസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.